ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രക്തദാതാക്കൾക്ക് ആദരമായി ലോക രക്തദാന ദിനം. രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്ന ലോക രക്തദാന ദിനം വരുന്ന ശനിയാഴ്ചയാണ്. എല്ലാ വർഷവും ജൂൺ 14 ഈ ദിനാചരണം. രക്തഗ്രൂപ്പ് നിർണയം സാധ്യമാക്കിയതിന് നോബൽ സമ്മാനത്തിന് അർഹനായ കോൾ ലാൻഡ് സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. രക്തം നൽകൂ, പ്രതീക്ഷ നൽകൂ, നമുക്കൊരുമിച്ച് ജീവൻ രക്ഷിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. രക്തദാതാക്കളെ ആദരിക്കുന്നതോടൊപ്പം രക്തദാനം പ്രോത്സാഹിപ്പിക്കുക, സുരക്ഷിത രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെ മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അജൻ MJ സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതിനായി ജൂൺ 14 ലോകമെമ്പാടും രക്തദാതാ ദിനമായി ആചരിക്കപ്പെടുന്നു. ലോകാരോഗ്യ സംഘടനയും വിവിധ രാജ്യങ്ങളും ഈ ദിനത്തിൽ രക്തദാതാക്കളുടെ നിസ്വാർത്ഥ സേവനത്തിനോടുള്ള നന്ദി സൂചകമായി അവരെ ആദരിക്കുകയും രക്തദാനത്തിൻ്റെ പ്രസക്തി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ചരിത്രപരമായി രക്തത്തെപ്പറ്റിയും അതുപയോഗിക്കുന്നതിനെപ്പറ്റിയുമൊക്കെ പരാമർശമുണ്ടെങ്കിലും അതെല്ലാം പല ആചാരങ്ങളുടെയും മറ്റും ഭാഗമായിട്ടായിരുന്നു. ആയതിനാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ രക്തത്തിൻ്റെ ഉപയോഗത്തിന് നാന്ദിയായത് ബ്രിട്ടീഷ് ഫിസിഷ്യനായ വില്യം ഹാർവി രക്തചംക്രമണം കണ്ടെത്തിയതിനെ തുടർന്നാണ് എന്ന് കണക്കാക്കാം. രേഖപ്പെടുത്തിയ ആദ്യത്തെ വിജയകരമായ രക്തപകർച്ച ഇംഗ്ലണ്ടിലാണ് സംഭവിക്കുന്നത്. 1665 ഫിസിഷ്യൻ റിച്ചാർഡ് ലോവർ മറ്റ് നായ്ക്കളിൽ നിന്ന് രക്തം കടത്തി നായയെ ജീവനോടെ നിലനിർത്തിയതായി രേഖകളുണ്ട്. തുടർന്നും പശുവിൻ പാൽ, മറ്റ് മൃഗങ്ങളുടെ രക്തം, റിംഗർ ലാക്റ്റേറ്റ് സൊല്യൂഷൻ എന്നിങ്ങനെ പലതും ഉപയോഗിച്ച് പരാജയപ്പെട്ടു പോന്നു. എന്നാൽ നാം ഇന്ന് കാണുന്ന രീതിയിലേക്ക് രക്തദാനം സാധ്യമാക്കിയത് 1901 ഓസ്ട്രിയൻ ഫിസിഷ്യനായ കോൾ ലാൻഡ് സ്റ്റെയ്നർ 3 ഗ്രൂപ്പുകൾ കണ്ടെത്തിയതിലൂടെയാണ്. തുടർന്ന് ക്രോസ് മാച്ചിങ്ങും മറ്റും നടത്തി റുബൻ ഓട്ടൻബർഗ് എന്ന വ്യക്തിയാണ് ആദ്യത്തെ രക്തപകർച്ച നടത്തിയത്. ഒരൊറ്റ രക്തദാനം പലപ്പോഴും 3 ജീവൻ വരെ രക്ഷിക്കാൻ സഹായിക്കുന്നു. നമ്മൾ 1 യൂണിറ്റ് രക്തം ദാനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചുവന്ന കോശ കോൺസെൻട്രേറ്റുകളെയും പ്ലേറ്റ്ലെറ്റുകളെയും പ്ലാസ്മ, ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്നിങ്ങനെ പല ഘടകങ്ങളായി പ്രോസസ്സ് ചെയ്ത് അപകടത്തിൽപ്പെട്ട രക്തം ആവശ്യമായി വരുന്നവർ, ശസ്ത്രക്രിയയുടെ ഭാഗമായി അല്ലെങ്കിൽ വിളർച്ച പോലുള്ള രോഗങ്ങൾ കാരണം രക്തം നഷ്ടപ്പെട്ട രോഗികൾക്ക് ചുവന്ന രക്താണുക്കളും, രക്തം കട്ടപിടിക്കുന്ന വൈകല്യമുള്ള രോഗികൾ, പൊള്ളലേറ്റവർ എന്നിവർക്ക് പ്ലാസ്മയും, കീമോതെറാപ്പിക്ക് വിധേയരായവർക്ക് പ്ലേറ്റ്ലെറ്റ് ഘടകങ്ങളും ആണ് നൽകി വരുന്നത്. ആഗോളതലത്തിൽ 120 ദശലക്ഷത്തോളം രക്തദാനങ്ങൾ വർഷം തോറും നടക്കാറുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ ലോ ഇൻകം കൺട്രീസിൽ 54% വരെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നൽകുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതലായും രക്തദാനം നടത്തിവരുന്നത് അല്ലെങ്കിൽ രക്തം ആവശ്യമായി വരുന്നത്. രക്തദാനം ചെയ്യുന്ന 33% സ്ത്രീകളാണ് ആഗോളതലത്തിൽ നാം കാണുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് 10 മുതൽ 12% വരെ മാത്രമാണ്. രക്തദാതാക്കളെ നമുക്ക് പ്രധാനമായി സ്വമേധയാ രക്തം നൽകുന്നവർ, കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പകരക്കാരനായി പോയി രക്തം നൽകുന്നവർ, അല്ലെങ്കിൽ പണം കൊടുത്ത് രക്തം നൽകുന്നവർ എന്നിങ്ങനെ തരംതിരിക്കാം. ഇതിൽ പണം കൊടുത്ത് രക്തം നൽകുന്ന രീതി ഇന്ത്യയിൽ നിയമപരമായി സാധുതയുള്ളതല്ല. രക്തദാനത്തിലെ മറ്റൊരു പ്രധാന പ്രക്രിയയാണ് നൽകുന്ന രക്തം ചില രോഗാണുക്കൾക്കായി സ്ക്രീൻ ചെയ്യുക എന്നത്. ദാനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന എല്ലാ രക്തവും ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ പ്രകാരം HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ് എന്നിവയ്ക്കായി സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. രക്തപകർച്ച ലഭിച്ച രോഗികൾക്ക് മിക്കപ്പോഴും സങ്കീർണതകളോ പ്രശ്നങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അലർജിയോ പനിയോ അല്ലെങ്കിൽ അണുബാധകളോ ഹിമോളിറ്റിക് റിയാക്ഷനോ ഒക്കെ സംഭവിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം യോഗ്യരായ ദാതാക്കളുടെ 1%
പ്രതിവർഷം രക്തം ദാനം ചെയ്യണമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ രക്തദാനം നൽകാൻ യോഗ്യതയുള്ള 402 ദശലക്ഷം ആളുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആവശ്യമായതിൻ്റെ മുഴുവൻ രക്തദാനം സ്വമേധയാ നടക്കുന്നില്ല. ഏകദേശം 70 മുതൽ 80% സ്വമേധയാ ഉള്ള രക്തദാനം ഇന്ത്യയിൽ നടക്കുന്നത്. കേരളത്തിൽ 75 മുതൽ 78% വരെയാണ് സ്വമേധയാ ഉള്ള രക്തദാനം നടക്കുന്നത്. ബാക്കിയുള്ളത് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫ്യൂഷനായി നടക്കുന്ന ബ്ലഡ് ഡൊണേഷൻസ് ആണ്. ഇത് എല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇനിയും സ്വമേധയുള്ള രക്തദാനം മെച്ചപ്പെടാനുള്ള സ്കോപ്പ് ഉണ്ട് തന്നെ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുരുഷന്മാർക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും സ്ത്രീകൾക്ക് 4 മാസം കൂടുമ്പോഴും രക്തം മറ്റുള്ളവർക്ക് നൽകാവുന്നതാണ്. ആരോഗ്യമുള്ള പുരുഷന്റെ ശരീരത്തിൽ ശരാശരി 5.5 ലിറ്റർ രക്തവും അതേ സ്ഥാനത്ത് സ്ത്രീകളിൽ 4.5 ലിറ്റർ രക്തവുമാണ് ഉള്ളത്. ഒരാളുടെ ശരീരത്തിൽ നിന്നും ഒരു തവണ ശരാശരി 470 മില്ലി വരെ രക്തം ദാനം ചെയ്യാവുന്നതാണ്. 24 മുതൽ 48 മണിക്കൂറിനകം രക്തം വീണ്ടും അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. രക്തദാന രംഗത്ത് 38 വർഷം കൊണ്ട് 500,000-ലധികം പേർക്ക് രക്തം ലഭ്യമാക്കിയ ആലപ്പുഴ ചേർത്തലയിലെ യുവർ കോളേജ് സോഷ്യൽ സർവീസ് സംഘടന അപൂർവമായ നെഗറ്റീവ് രക്തഗ്രൂപ്പുകളുടെ ഡയറക്ടറിയും കൂടാതെ 40,000 പേർ അടങ്ങിയ ഡയറക്ടറിയും രൂപീകരിച്ചിട്ടുണ്ട്. സംഘടനയുടെ ഡയറക്ടർ ശ്രീ KE തോമസ്. നമുക്കറിയാം, രക്തത്തിന് പകരം രക്തമല്ലാതെ വേറൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം തന്നെ പല ശാസ്ത്രജ്ഞന്മാരും പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഇത് അങ്ങനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് രക്തത്തിന് പകരം രക്തമില്ലാതെ രക്തം തന്നെ കൊടുത്തുകൊണ്ട് മനുഷ്യ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുക. രക്തദാതാവ് വളരെയധികം വിഷമിച്ചായിരിക്കാം ഓരോ ഹോസ്പിറ്റലും കൊണ്ടേ കൊടുക്കുക. പക്ഷേ അവർക്ക് ആ രക്തദാനത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ആ രോഗി മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ്. വളരെയധികം അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ പ്രസവാനന്തര ബ്ലീഡിങ്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്, അതിൻ്റെ ഓപ്പറേഷനുകൾക്ക് ഇതെല്ലാം രക്തം അനിവാര്യമാണ്. ഈ സമയത്തെല്ലാം പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രോഗത്തേക്കാൾ വലുത് രക്തദാതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഹാർട്ട് ഓപ്പറേഷനൊക്കെ 7-8 ഗ്രൂപ്പുകൾ വേണ്ടി വരുമ്പോൾ അവർ ഓടുന്നത് രക്തം കിട്ടുവാനുള്ള പ്രയാസത്തിലാണ്. അവരെ രക്ഷിക്കുവാനായിട്ടാണ് ആയിരക്കണക്കിന് രക്തദാതാക്കൾ ഒരു വിളിപ്പാട് അവർ ഓടിയെത്തുന്നത്. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിൽ നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാനുള്ളത്, അവൻ രക്തം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം തന്നെ ആയിരിക്കണം അവൻ്റെ പ്രതിഫലം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ രക്തദാനം ചെയ്തിട്ടുള്ള 100-ലും അധികം പ്രാവശ്യം കൊടുത്തവരും 80 പ്രാവശ്യം കൊടുത്തവരുമായ വളരെയധികം പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം 3 മാസം കൂടുമ്പോൾ രക്തം ദാനം ചെയ്തുകൊണ്ടാണ് അവർ ഈ സഹായത്തിനായി മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ അവരുടെ സമയവും പണവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഈ സൽപ്രവൃത്തിക്ക് കാരണമാകുന്നു. അവരെ ഓർക്കുന്ന ഒരു ദിനമാണ്. 82കളിലൊക്കെ ഞങ്ങളിത് തുടങ്ങിയ അവസരത്തിൽ രക്തദാതാക്കളെ കിട്ടാതെ വരുമ്പോൾ അവർ രക്തം വിൽക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയും 10,000 രൂപ കൊടുത്തുകൊണ്ട് രക്തം കളക്ട് ചെയ്ത് കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. പിന്നീടുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം ഇതിന് ഒരു ശ്രദ്ധ മാറ്റുകയും അവർ രക്തം യഥാർത്ഥത്തിൽ കൊടുക്കുവാൻ തയ്യാറുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് രക്തം വിൽപ്പനക്കാരെ ഈ രംഗത്ത് നിന്ന് വിട പറഞ്ഞത്. നമുക്ക് ഈ തരുണത്തിൽ രക്തദാതാക്കളെ നമുക്ക് അനുമോദിക്കാം. അവരുടെ പേരിൽ രക്തം ദാനം ചെയ്ത ആയിരക്കണക്കിന് രോഗികൾ രക്ഷപ്പെട്ട ആ നല്ല ചിന്ത അവരുടെ ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടായിത്തീരും. ഏകദേശം 50,000 പേർക്ക് ഇപ്പോൾ രക്തദാനം ചെയ്തു കഴിഞ്ഞു. രക്തദാതാവ് വളരെ വിലപ്പെട്ട മനുഷ്യനാണ്. അവരില്ലെങ്കിൽ ഈ പ്രവർത്തനം നടക്കുകയില്ല. രക്തദാതാക്കൾ ഇനിയും മുന്നോട്ട് വരട്ടെ. യുവാക്കൾ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് രോഗിയുടെ രക്ഷിതാവായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. പതിനെട്ടിനും 65നും ഇടയ്ക്കുള്ള 45 കിലോയിൽ കുറയാത്ത ശരീരഭാരവും സാധാരണ ശരീര താപനിലയുമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. എന്നാൽ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ ഉള്ളവർക്കും രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവർക്കും രക്തദാനം നടത്താൻ പാടില്ല. കൂടാതെ ലഹരി മരുന്ന്, മദ്യം എന്നിവ ഉപയോഗിച്ചവർക്കും രക്തദാനം ചെയ്യാൻ പാടില്ല.
പ്രമേഹ രോഗത്തിന്റെ പാർശ്വഫലങ്ങൾ ഉള്ളവരും രക്തസമ്മർദ്ദമുള്ളവർക്കും രക്തദാനം നടത്താൻ പാടില്ലാത്തതാണ്. ടാറ്റു ചെയ്തവർ 6 മാസത്തേക്ക് രക്തദാനം നടത്താൻ പാടില്ല. ഗർഭധാരണ സമയത്തും മുലയൂട്ടുന്ന സമയത്തും സ്ത്രീകൾ രക്തദാനം ചെയ്യാൻ പാടില്ല. കണ്ണൂർ മട്ടന്നൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് സർജൻ ഡോക്ടർ കീർത്തിപ്രഭ ദശലക്ഷക്കണക്കിന് സന്നദ്ധ രക്തദാതാക്കൾക്ക് നന്ദി പറയാനും മറ്റൊരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന അവരുടെ സംഭാവനകളെ അംഗീകരിക്കാനും കൂടി ഈ ദിനം അവസരമൊരുക്കുന്നുണ്ട്. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരാൾക്കോ അല്ലെങ്കിൽ രക്തബാങ്കിൽ സൂക്ഷിക്കുന്നതിനോ വേണ്ടി ശാസ്ത്രീയമായ രീതികളിലൂടെ രക്തം നൽകുന്ന പ്രക്രിയയാണ് രക്തദാനം. രക്തം മനുഷ്യജീവന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ നമ്മുടെ ലാബുകളിൽ ഇതുവരെ കൃത്രിമമായി രക്തം നിർമ്മിക്കാൻ സാധിച്ചിട്ടുമില്ല. ലോകാരോഗ്യ സംഘടന, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് സൊസൈറ്റി, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബ്ലഡ് ഡോണർ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നീ 4 പ്രധാന അന്താരാഷ്ട്ര സംഘടനകൾ ചേർന്നാണ് 2004 ആദ്യമായി ലോക രക്തദാന ദിനം സംഘടിപ്പിച്ചത്. 2005 58ാമത് ലോകാരോഗ്യ അസംബ്ലി ജൂൺ 14 ലോക രക്തദാന ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ ഒരു ദിനത്തിന് പുറകിൽ ഒരു മനുഷ്യന്റെ ജന്മദിനത്തിന്റെ കഥ കൂടിയുണ്ട്. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടെത്തി നോബൽ സമ്മാനം നേടിയ ഓസ്ട്രിയൻ ബയോളജിസ്റ്റും ഫിസിഷ്യനുമായ കാൾ ലാൻഡ്സ്റ്റെയ്നറുടെ ജന്മദിനമാണ് ജൂൺ 14. രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം രക്തദാന രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. രക്തദാന കേന്ദ്രങ്ങൾക്കും ആരോഗ്യ അധികാരികൾക്കും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. രക്തം സ്വീകരിക്കുന്ന വ്യക്തിയുടെ സുരക്ഷയും രക്തം നൽകുന്ന വ്യക്തിയുടെ സുരക്ഷയും ആരോഗ്യവും ഒക്കെ ഉറപ്പാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അവർക്ക് ചില പൊതുവായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഗർഭിണികൾക്ക് രക്തം ദാനം ചെയ്യാൻ അനുവാദമില്ല. പ്രസവശേഷം കുറഞ്ഞത് 6 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാൻ സാധിക്കൂ. ചില ആരോഗ്യ അധികാരികൾ കുഞ്ഞിനെ മുലയൂട്ടുന്നത് നിർത്തുന്നത് വരെ കാത്തിരിക്കാൻ ശുപാർശ ചെയ്യാറുണ്ട്. രക്തദാനം ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറുമായി സംസാരിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആരോഗ്യനിലയും അയേൺ നിലയും ഒക്കെ വിലയിരുത്തി രക്തദാനം ചെയ്യാൻ അനുയോജ്യമായ സമയമാണോ എന്ന് ഡോക്ടർക്ക് നിർദ്ദേശിക്കാൻ കഴിയും. രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതും ധാരാളം പേർ ഈ മേഖലയിലേക്ക് വരേണ്ടതും സമൂഹത്തിന് ആവശ്യമാണ്. എത്രയോ പേർ അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ലഭിക്കാതെ അതിസങ്കീർണമായ ഘട്ടങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തൊഴിലിടങ്ങളിലും മറ്റ് കൂട്ടായ്മകളിലും ഇന്ന് രക്തദാനത്തിന് മുന്നോട്ട് വരുന്നുണ്ട്. കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ ബ്ലഡ് ഡൊണേഴ്സ് ഫോറം കൺവീനർ ശ്രീ ശ്രീജിത്ത് എസ്. ആരോഗ്യരംഗത്ത് നമ്മുടെ രാജ്യത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പല കാര്യങ്ങളിലും മികച്ച മാതൃകയാവുന്ന സമയത്തും രക്തദാനത്തിൽ സ്വമേധയാ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ ഒരു വർധനവ് കാണുന്നില്ല. രക്തം ആവശ്യത്തിന് ലഭിക്കുന്നതിലെ കുറവ് പരിഹരിക്കുന്നതിലേക്കായി ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലും അല്ലാതെയും വിവിധ സന്നദ്ധ സംഘടനകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. രക്തസ്വീകരണത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ രക്തദാനത്തിൽ കാര്യമായ മുൻതൂക്കമുണ്ടാക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നില്ല എന്ന പരിമിതി മറികടക്കേണ്ടതുണ്ട്. കേരള നിയമസഭയിലും അത്തരത്തിൽ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബ്ലഡ് ഡൊണേഴ്സ് ഫോറം പ്രവർത്തിച്ചു വരുന്നു. ഈ സംരംഭത്തിലൂടെ നിരവധി ജീവനക്കാർക്കും വ്യക്തികൾക്കും പരമാവധി രക്തം അടിയന്തര ഘട്ടങ്ങളിൽ ലഭ്യമാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുപരിയായി സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ മികവുറ്റ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ജീവനക്കാരുടെ ഇടയിൽ മികച്ച അവബോധം സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. രക്തദാനം മഹാദാനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെത്ര പേർ സന്നദ്ധമാകുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ ചെയ്യുന്ന രക്തദാനം ഒരാൾക്ക് മാത്രമല്ല രക്ഷയാകുന്നത്, ഒരു കുടുംബത്തിനാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ്. സ്വയം രക്തദാനം നടത്തുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയും ധർമ്മവുമാണ്. രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുക. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.